പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് നമസ്കാരം. നമ്മൾ ഓഹരി വഴികളിലൂടെ എങ്ങനെ നേട്ടം കൊയ്യാം എന്ന് ഉള്ള ഇതിനെക്കുറിച്ചാണ് പറയുന്നത്. ധനം സമ്പാദന ഓഹരികളിലൂടെ. അതിൽ നമ്മൾ ഡിവിഡൻഡ്, ബോണസ്, മെർജറിങ് ഇങ്ങനെയുള്ള പല ലാഭം കിട്ടാനുള്ള മാർഗ്ഗങ്ങൾ നമ്മൾ അവലംബിക്കുന്നുണ്ട്. അതിന് നമുക്ക് ഇപ്പം ഇതായിട്ട് ഡിവിഡൻഡ് ലഭിക്കുന്ന കമ്പനികളെക്കുറിച്ച് നോക്കാം. മഹാരാഷ്ട്ര സ്കൂട്ടർ 12,082 രൂപ വിലയാണ്. ഡിവിഡൻഡ് 110 രൂപ കിട്ടും. 26 സെപ്റ്റംബറാണ് അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. പൊളിമെഡിക്കർ 2,338 രൂപ ഓഹരിക്ക് വിലയുണ്ട്. അത് കൈവശമുള്ളവർക്ക് 3 രൂപ ഡിവിഡൻഡ് കിട്ടും. 26 സെപ്റ്റംബറാണ്. ജൂപ്പിറ്റർ വാഗൺ എന്ന് പറയുന്നത് 528 രൂപയാണ്. 1 രൂപ ഡിവിഡൻഡ് ഉണ്ട്. റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ. നിർമ്മൽ അഗ്രോ 335 രൂപ വിലകളാണ്. 2 രൂപ ഡിവിഡൻഡ് ഉണ്ട്. 25 സെപ്റ്റംബറാണ് അത് വരുന്നത്. സന്ധു ഫാർമ 63 രൂപ ഓഹരിക്ക് വിലയുണ്ട്. 80 പൈസ ഡിവിഡൻഡ് ഉണ്ട്. 24 സെപ്റ്റംബറിൽ എൻ്റെ ഡേറ്റ് കഴിയും. പിന്നെ NDR ബോണസ് വരുന്നതാണ്. NDR ഓട്ടോ 1825 1:1 ആണ്. 25 സെപ്റ്റംബറാണ് അതിൻ്റെ ഡേറ്റ് വരുന്നത്. റിലയൻസ് 2000 രൂപ അടുത്ത് വില വരുന്നുണ്ട്. ഓരോ ദിവസം വില മാറിക്കൊണ്ടിരിക്കും. അത് 1:1 ആണ്. ഒക്ടോബർ 15 പ്രതീക്ഷിക്കുന്നത്. റെക്കോർഡ് ഡേറ്റ് വന്നിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. JFL ലൈഫ് സയൻസ് 66 രൂപ വിലയാണ്. 2:1 ആണ്. സെപ്റ്റംബർ 24 ഇതിൻ്റെ ഡേറ്റ് വരുന്നത്. ടാർജറ്റ് ഇട്ട് നമുക്ക് വാങ്ങുകയോ വയ്ക്കുകയോ ചെയ്ത് ലാഭം ഉണ്ടാക്കാവുന്നതാണ്. അത് RVNL 545 രൂപ വിലയ്ക്ക് വാങ്ങിച്ചു കഴിഞ്ഞിട്ട് അത് ഫസ്റ്റ് ടാർജറ്റായിട്ട് 625 വേണമെങ്കിൽ നിശ്ചയിക്കാം. സെക്കൻഡ് ടാർജറ്റ് ലഭിക്കുന്നുള്ളത് നമുക്ക് 700 ആകുമ്പോൾ വിറ്റ് നമുക്ക് ലാഭം ഉണ്ടാക്കാം. ഹഡ്കോ 250 രൂപ വിലയാണ്. 375 രൂപയ്ക്കും 390 രൂപയ്ക്കും ടാർജറ്റ് ഇട്ട് നമുക്ക് വിൽക്കാവുന്നതാണ്. പഞ്ചാബ് നാഷണൽ ബാങ്ക് 122 രൂപ വില ആണ് ഒരു ഓഹരിക്ക്. അത് 125 135 140 ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ടാർജറ്റൊക്കെ ആയിട്ട് നമുക്ക് വിൽക്കാം. വേദാന്ത അത് 450 രൂപയ്ക്ക് വാങ്ങിയിട്ട് 510 രൂപ 540 രൂപ ഈ വിലകൾ വരുമ്പോൾ നമുക്ക് വിറ്റ് ലാഭം നേടാവുന്നതാണ്. നമ്മൾ പിന്നെ ഉള്ളത് സ്പ്ലിറ്റാണ്. ഗോദാവരി പവർ 938 രൂപ വിലയുണ്ട്. 1:5 കിട്ടും. ഒരു ഓഹരിയുണ്ട്. 5 ഓഹരിയായിട്ട് 4 ഒക്ടോബറാണ്. അബാൻസ് എൻ്റർപ്രൈസ് 152 രൂപ വിലയാണ്. 1:5 ആണ്. റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ. ഇൻ്റഗ്രേറ്റഡ് ഇൻഡസ്ട്രീസ് 1:10 ആണ്. അത് ഒക്ടോബർ 7 എൻ്റെ റെക്കോർഡ് ഡേറ്റ് വരുന്നത്. POCL 774 രൂപയാണ്. 1:5 ആണ്. റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ. ഡോക്ടർ റെഡ്ഡി ലാബ്സ് 6,550 രൂപയ്ക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ 1:5 നമുക്ക് ഒരു ഓഹരിയുള്ളവർക്ക് 5 ഓഹരി കിട്ടും. റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ. അഗർവാൾ ഇൻഡസ്ട്രീസ് 1,129 രൂപ വിലയാണ്. അത് 1:5 ആണ്. അത് 25 സെപ്റ്റംബറാണ് കമ്പനി ഏറ്റെടുക്കൽ ലേലം മർജർ ഒക്കെ വരുന്നത്. നമ്മൾ ഒരു കമ്പനി മിക്ക പല കമ്പനികളും അവരുടെ വ്യവസായത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് ചില കമ്പനികൾ ഏറ്റെടുക്കും. ചില കമ്പനികൾ അവരുടെ ഓരോ യൂണിറ്റുകളും ഇല്ലെങ്കിൽ കമ്പനിയും മൊത്തമായിട്ട് മുന്നോട്ട് നടത്തിക്കൊണ്ട് പോകാൻ ബുദ്ധിമുട്ടാണെന്നോ ഇല്ലെങ്കിൽ വേറെ ബിസിനസ്സിലോട്ട് മാറണമെന്നോ ഒക്കെ തീരുമാനിച്ചു കഴിയുമ്പം അത് ആരെങ്കിലും ഏറ്റെടുക്കാൻ തയ്യാറാക്കുന്നവർക്ക് വിൽക്കും. അങ്ങനെ വരുമ്പോഴാണ് മർജറിങ് ഒക്കെ വരുന്നത്. നമ്മളിപ്പം ട്രാവൻകൂർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ SBT ഷെയർ ഉണ്ടായിരുന്നതാണ്. അത് SBI ലഭിച്ച് അവർ മർജർ നടത്തി കഴിഞ്ഞപ്പോൾ നമുക്ക് SBIയുടെ ഷെയർ കിട്ടി. അന്നേരം ഏറ്റവും നല്ല കമ്പനി മാതൃ കമ്പനിയുടെ മൂലധനവും ഏറ്റെടുക്കുന്ന കമ്പനിയുടെ മൂലധനമായിട്ട് തട്ടിച്ച് നോക്കിയിട്ട് അതിനനുപാതികമായിട്ടുള്ള ഷെയറുകളാണ് നമുക്ക് മാതൃ കമ്പനിയുടേത് ലഭിക്കുക. അതിന് ഇപ്പം അത് പറയാൻ കാരണം നമ്മുടെ സി എൻ്റർപ്രൈസ് എന്ന് പറയുന്നത് ചാനലാണ്. നമ്മൾ സി ടെലിവിഷൻ സാമാന്യം നന്നായിട്ട് പോകുന്നതാണ്. അത് സോണിയായിട്ട് ലഭിച്ച് വി എൻ്റർപ്രൈസൊക്കെ ആയിട്ട് ലയിപ്പിച്ച് അവർ പുതിയൊരു ഷെയർ ആയിട്ട് മാറി അത് ബിസിനസ് നടത്താൻ പോകണം, മർജറിങ് നടത്താൻ പോകണം എന്നാണ് വാർത്തകൾ വരുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ വാർത്തകളൊന്നും അറിയാമായിട്ടില്ല. ഏതായാലും നമ്മൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ 2 കമ്പനികളെക്കുറിച്ചും പഠിച്ചിട്ട് നമ്മൾ ആ ഷെയർ കൈവശം വെക്കണം. ഇല്ലെങ്കിൽ നമുക്ക് മർജറിങ്ങിന് മുമ്പ് വിറ്റ് കിട്ടുന്ന വിലയ്ക്ക് മതിയെങ്കിൽ മർജറിങ്ങിന് മുമ്പ് വിറ്റ് വാങ്ങാം. അല്ലെങ്കിൽ മർജറിങ് കഴിഞ്ഞ് കിട്ടുന്ന ഓഹരികൾ നമ്മുടെ കൈവശം വെച്ച് അതിൻ്റെ വളർച്ചയ്ക്കനുസരിച്ച് ലാഭം കൊയ്യുകയും ചെയ്യാം. നിങ്ങൾക്ക് നമസ്കാരം.